കാർത്തിക് നമസ്കാരം. വെൽക്കം. താങ്ക് യു. ഇപ്പൊ തമിഴില് ആദ്യത്തെ സിനിമ അവിടെ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ സിനിമയെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. അല്ല, എൻ്റെ പേര് ജന്മനക്ഷത്രം എന്നാണ്. ഞാൻ ഈ പടത്തിലേക്ക് എത്തുന്നത്, ഞാനൊരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുന്നേ. അപ്പോൾ ഇവിടെ ചെറിയ ചെറിയ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ഓഡിഷൻ കാണുകയും, അപ്പോൾ ഇതിൻ്റെ ക്യാമറമാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ജന്മനക്ഷത്രത്തിൻ്റെ. അപ്പോൾ അതിൽ മലയാളി ആയിട്ടുള്ളത് പുള്ളിയാണ്. അപ്പോൾ ഞാൻ ക്രൂലിസ് നോക്കുമ്പോൾ പുള്ളിയുടെ പേരാണ് കാണുന്നത്. അപ്പോൾ ഞാനന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഓഡിഷൻ കണ്ടായിരുന്നു, എനിക്കൊന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്, ഇവൻ മലയാളി ഇതിൽ വരുന്ന എന്തെങ്കിലും ഇതുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അഭിനയിച്ച എന്തെങ്കിലും പോർട്ട്ഫോളിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിക്ക് ഇത് അയച്ചു കൊടുത്തു. ഈ അയച്ചു കൊടുത്തപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് അതിലൊരു ഇതുമില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ നോർമലി ഒരാൾ പറയുന്നത് പോലെയേ ഉള്ളൂ. അങ്ങനെ വിളിച്ചത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പുള്ളി എനിക്ക് പുള്ളിയുടെ നമ്പർ അയച്ചു തന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചു, പുള്ളിയോട് സംസാരിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു, കാർത്തിക് 16-ാം തീയതി ഫ്രീ ആണെങ്കിൽ ചെന്നൈയിലേക്ക് വരൂ, ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും ആ സ്ക്രീൻ ടെസ്റ്റിന് പോയി. അപ്പോൾ ഇതിനു മുമ്പ് പല സ്ക്രീൻ ടെസ്റ്റുകൾ ഇവിടെ നമ്മളിപ്പോൾ സ്ഥിരം പരിപാടിയാണല്ലോ. ഇവിടെ ആര് വന്നാലും നമ്മൾ ഓഡിഷൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ അവിടെ പോയി. നോർമൽ നമ്മുടെ മലയാളത്തിലുള്ളത് പോലെ തന്നെയാണ് ഓഡിഷന്, വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. നമ്മൾ ചെന്നു, നമ്മൾ ഡയറക്ടറിനെ കണ്ടു, അവരൊരു സംഭവം തന്നു, നമ്മൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ്. ഇതിനപ്പുറത്തേക്ക് ഇത് ഞാൻ സെലക്ട് ആകുമെന്നോ എനിക്ക് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ അതിൽ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുമായി റിലേറ്റ് ചെയ്തൊരു സീനായിരുന്നു, റിലേറ്റ് ചെയ്തൊരു ഇതായിരുന്നു. പക്ഷെ ആ സീന് ആക്ച്വലി സിനിമയിൽ ഇല്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും തംഗ്ലീഷിലാണ് അവർ ഡയലോഗ് തന്നതും. അപ്പോൾ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കി അങ്ങനത്തെ ഒരു സീനായിരുന്നു. ജസ്റ്റ് ഒരു ഇതായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഓക്കെ ശരി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. പിന്നെ എന്നെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാനിത് ഓൾറെഡി മറന്നു, എത്രയും ഇതാണ്. അപ്പോൾ പുള്ളി കാണുന്നുണ്ട്. ഞാൻ പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ക്യാമറമാൻ തിരക്കായതുകൊണ്ട് പുള്ളിക്ക് പിന്നെ മെസ്സേജ് അയച്ചാൽ പുള്ളിയും റിപ്ലൈ ചെയ്തില്ല. അങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഈ ജൂലൈയിലാണ് ഷൂട്ട് വരുന്നത്, പോണ്ടിച്ചേരിയിലാണ് ലൊക്കേഷൻ. അത് ഏത് വർഷമായിരുന്നു? കഴിഞ്ഞ വർഷം 24. അതെ ആയിട്ടില്ല, 24 ഷൂട്ട് വരുന്നത്.